എന്തോ കാര്യലാഭത്തിന് വേണ്ടിയിട്ട് പരിശുദ്ധ ഖുർആനെ പച്ചയായി ദുർവ്യാഖ്യാനിച്ചു എന്നുള്ളതാണ് എനിക്കെതിരെ അൽത്താഫ് ഭായി ഉന്നയിച്ച ആരോപണം. ഇൻഷാല്ലാ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്ക് ആരാണ് ഖുർആനെ ദുർവ്യാഖ്യാനിച്ചതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് ഓഫ് ഓൾ ഇന്നമാ വലിയക്കുമുല്ലാഹു റസൂലുഹു വല്ലദീന ആമനു. ആ വല്ലദീന ആമനു എന്ന വാക്കിന് മഹാന്മാക്കൾ എന്ന അർത്ഥം പറഞ്ഞത് ശരിയല്ല. ഇവരെന്താ മനസ്സിലാക്കിയേ? മഹാന്മാക്കൾ എന്ന് പറഞ്ഞാൽ ആകാശത്ത് നിന്ന് ഉരുണ്ടു വരുന്ന സാധനമാണ്. അപ്പൊ ആമനു എന്ന് പറഞ്ഞാൽ മഹാന്മാക്കൾ പെടൂലെങ്കിൽ പിന്നെ മഹാന്മാക്കൾ ആരാ? കാഫിരിങ്ങളാ? എന്നിട്ട് ഈ ചങ്ങായി ചെയ്തെന്താ അറിയോ? ഈ ആയത്തിന്റെ സബബുൻ നുസൂൽ പറഞ്ഞിട്ട് സാധാരണക്കാരായ പാവപ്പെട്ട മുഅ്മിനീങ്ങളെ പറ്റിക്കാണ്. ഇതിങ്ങനെ കേൾക്കുമ്പോൾ ചില ആൾക്കാർക്ക് തോന്നും ശരിയാണല്ലോ ഇവ പറഞ്ഞത്, ഇസ്ലാമിലേക്ക് പുതിയതായിട്ട് കടന്നു വന്ന ഇവർക്ക് ഇങ്ങനെ പ്രയാസം തോന്നിയപ്പോഴല്ലേ അള്ളാഹു തആല ഈ ആയത്ത് ഇറക്കിയത്. എന്നിട്ട് സുന്നികള് ഇസ്തിഹാസൊക്കെ തെളിവായിട്ട് ഈ ആയത്ത് കൊണ്ടുവരുന്നത് ശരിയല്ലല്ലോ. അസ്സബബ് ഖാസുൻ വൽ ഇബ്റത്തു ബി ഉമൂമിൽ ലഫ്ലി എന്ന കായിക പോലും ഇവർക്കറിയില്ല. ഖുർആനെ കേവലം ഒരു കഥബുക്കിന്റെ സ്ഥാനത്തേക്ക് ഇറക്കല്ല എന്ന് എത്ര തവണ പറഞ്ഞാലും ഇവർക്ക് മനസ്സിലാവില്ല. ഇത് ദൈവിക ഗ്രന്ഥാണ്. ആയത്തുകൾ ഇറങ്ങാൻ അങ്ങനെ പല റീസൺസ് ഉണ്ടാവും എന്ന് കരുതി അതിലൊരു ഹുക്കും പറഞ്ഞാൽ അത് എല്ലാവർക്കും ബാധകല്ലേ? പരിശുദ്ധ ഖുർആന് ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാവർക്കും കൂടി ഇറങ്ങിയതല്ലേ? ഇനി ആരാ ഖുർആനെ ദുർവ്യാഖ്യാനിച്ചത് നോക്ക്. ഈ ആയത്ത് ഓതിയിട്ട് ഈ ചങ്ങായി പറഞ്ഞ അർത്ഥം കേട്ടെങ്കില്, അതായത് കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള സഹായത്തെ കേട്ടോന്ന്. അങ്ങനെ ഏത് മുഫസ്സിറ അർത്ഥം പറഞ്ഞേ? അത് നിങ്ങളെ വക കൂട്ടിച്ചേർത്ത അർത്ഥല്ലേ? വല്ലദീന ആമനു എന്ന വാക്കിന് മഹാന്മാക്കള് എന്ന അർത്ഥം കൊടുത്തതിന് അത് ദുർവ്യാഖ്യാനിച്ചു എന്ന് പറഞ്ഞ ടീമാ. ദുർവ്യാഖ്യാനം എന്താന്ന് പോലും അറിയില്ല. ഈ ആയത്തിലൂടെ അള്ളാഹു വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങളെ സഹായി അള്ളാഹു ആണ്, റസൂലാണ്, മുഅ്മിനീങ്ങളാണ്. അപ്പൊ ഇവരെ വക ഒരർത്ഥം ഇന്ന കാര്യങ്ങളെ ചോദിക്കാൻ പറ്റുള്ളൂ. ആമായിട്ടൊരു ഹുക്കും പറഞ്ഞാൽ അതിൽ നിന്ന് ഇസ്തിസ്ന ചെയ്യണമെങ്കിൽ ഖാസായിട്ടുള്ള ഒരു നെഹി വരണ്ടേ? അള്ളാഹു ഒരാൾക്ക് ഹിദായത്ത് ഉദ്ദേശിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ അവരോട് എത്ര വേദോതിയിട്ട് കാര്യമില്ല. എനിക്ക് സംസാരിക്കാനുള്ളത് ഇവരോടല്ല, ഇവർ ഈ ലൂപ്പിൽ പെട്ടുവന്ന സാധാരണക്കാരായ പൊന്നു മുഅ്മിനീങ്ങളോടാണ്. ഇവർ ഈ തൊള്ളവടായും വിശ്വസിച്ചിട്ട് ഉള്ള മഹാന്മാരൊക്കെ ചീത്തം വിളിച്ച് ലോക മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കിയിട്ട് നമ്മൾ ഈമാനെ നമ്മൾ നഷ്ടപ്പെടുത്തല്ലേ? നാളെ ഖബറിൽ കിടക്കുമ്പോൾ ഇവരാരും വരൂല, നമ്മൾ ഒറ്റക്ക് കിടക്കേണ്ടി വരും. ഈ ചങ്ങായിന്റെ ഒരു ദയനീയാവസ്ഥ ഇവന്റെ വീഡിയോയുടെ താഴെയുള്ള കമന്റിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ആരെയും മോശമാക്കാൻ വേണ്ടി പറയുന്നല്ല, ഇവരൊക്കെ നരകത്തിൽ പോകണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. അത് ജനങ്ങൾ ഹക്ക് മനസ്സിലാക്കണം എന്നുള്ള നിയത്തിലാണ് ഞാൻ പറയുന്നത്. വീഡിയോന്റെ അവസാനത്തിൽ മൂപ്പര് ഒരു സത്യമൊക്കെ ചെയ്യുന്നുണ്ട്. വല്ലാഹി ഈ ആയത്ത് മരിച്ചവരോട് ചോദിക്കാനുള്ള തെളിവായിട്ട് ഒരു മുഫസ്സിറും പറയുന്നില്ല എന്നൊക്കെ വീഡിയോ ഇട്ട് അപ്പൊ തന്നെ ഒരു മുത്താലിം ബഹറുൽ മുഹീത്തിന്റെ ഉദ്ധരണി ഇട്ട് കൊടുത്തിട്ട് അള്ളാഹിനെ തോഫിക്കൊണ്ട് ഇതുവരെ അതിനൊരു റീപ്ലൈ കൊടുത്തില്ല. സ്വഹാബത്തിൽ നിന്നും ഖുർആൻ പഠിച്ച ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ബഹറുൽ മുഹീത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, വല്ലദീന ആമനു എന്ന ഖൗലിന്റെ ലാഹിർ മൻ മലാമിൻഹും വമൻ ബഖിയ. മൻ മലാമിൻഹും എന്താ അർത്ഥം? കഴിഞ്ഞുപോയ മരണപ്പെട്ടുപോയ ആളുകൾ എന്നല്ലേ? ആ ഉദ്ധരണി ഇവിടെ കൊണ്ടുവന്നിട്ട് കാമാ അക്ഷരം ഉണ്ട്. നിങ്ങള് വേറെയും കുറെ ഉദ്ധരണികൾ ഇബ്നു കസീർ ഉദ്ധരിച്ചിട്ടുണ്ട്, ഒരുപാട് ഉദ്ധരണികൾ വേറെ ഉണ്ട്, അതിനൊന്നും ഒരു റീപ്ലൈ ഇല്ല. വെറുതെ തൊള്ളവടായി വിടുന്നവരൊക്കെ റീപ്ലൈ കൊടുത്തിട്ടുണ്ട് അൽത്താഫ് ഭായി. മാത്രമല്ല ഈ അൽത്താഫ് ഭായിയെ നമ്മളെ കൂട്ടുകാരൻ അഹി അബ്ദുള്ള ലൈവ് കോൺവെർസേഷന് വേണ്ടി ഇൻവൈറ്റ് ചെയ്തപ്പോൾ മൂപ്പര് കൊടുത്ത റീപ്ലൈ ആണ് നിങ്ങൾക്ക്. അത് ഞാൻ ഈ വീഡിയോന്റെ ലാസ്റ്റ് ആഡ് ചെയ്യാം, നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. അപ്പൊ ഈ അൽത്താഫ് ഭായിന്റെ നിലവാരം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അഹ്ലുസുന്നത്തിന്റെ അഖീദ വളരെ ഭദ്രാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് തന്നെ സഹായം ചോദിക്കുന്നു. അവിടെ ഭൗതികം എല്ലാവരോടും പറ്റും, അഭൗതികം അള്ളാഹിനോട് മാത്രം എന്നൊക്കെ പറഞ്ഞിട്ട് വേർതിരിച്ചത് ഇവരാണ്. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാ. ഒരു സഹായവും അള്ളാഹുവിൽ നിന്നല്ലാതെ ഇല്ലാന്ന്. കേരളത്തിൽ നിന്നിട്ട് ബദറിൽ മറവിട്ട് കിടക്കുന്ന ബദരീങ്ങൾ കേൾക്കുന്നു വിശ്വസിച്ചിട്ട് ഒരാൾ വിളിച്ചാൽ ശിർക്കാവും. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അങ്ങനെ ഒരു വിശ്വാസം ഇല്ല. നമ്മൾ കേരളത്തിൽ നിന്നിട്ട് അങ്ങ് ബദറിലുള്ള ബദരീങ്ങളെ വിളിച്ചാലും അടുത്തുള്ള ഒരാളെ വിളിക്കുകയാണെങ്കിലും അള്ളാഹ് കേൾപ്പിക്കാതെ അവരെ സ്വന്തം കഴിവുകൊണ്ട് കേൾക്കാൻ പറ്റൂല എന്നാണ് അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം. എന്നാൽ ഇവർ ഈ പറഞ്ഞ വാദത്തിന്റെ മഫ്ഹൂം മുഖാലിഫുകളൊന്ന് ആലോചിച്ച് നോക്ക്. അതായത് അടുത്തുള്ള ജീവിച്ചിരിക്കുന്ന ഒരാളെ വിളിച്ചാൽ അവർക്ക് കേൾക്കാൻ പറ്റൂന്ന്. ശരിക്കും ആ വാദമല്ലേ ശിർക്കിലേക്ക് എത്തിക്കുന്നത്? അള്ളാഹ് കേൾപ്പിക്കാതെ ആർക്കും കേൾക്കാൻ പറ്റുമോ? തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ പറഞ്ഞതൊക്കെ ഹക്ക് മനസ്സിലാക്കണം എന്ന് ആഗ്രഹിച്ച ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അള്ളാഹു തആല എല്ലാവർക്കും ഹക്ക് മനസ്സിലാക്കാനുള്ള ഭാഗ്യം തരട്ടെ.